ഹായ് ഗൈസ്, ഐ എം മാധവ്. ദ ഒഡീസി, ക്രിസ്റ്റഫർ നോളൻ എന്ന സംവിധായകൻ്റെ പുതിയ സിനിമ. ആക്ച്വലി ഞാൻ കഴിഞ്ഞ മാസം ഈ സിനിമ ഇറങ്ങി നെക്സ്റ്റ് വീക്ക് മൺഡേ, അതെ ആ തിങ്കളാഴ്ചയാണ് ഞാൻ ഈ പടം പോയി കണ്ടത്. പക്ഷേ എങ്കിലും നമ്മൾ ആസ് യൂഷ്വൽ വൈകിയിരിക്കുകയാണ്. പക്ഷേ ലേറ്റാ വന്നാലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഈ സിനിമയെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് എ ഐ കൊണ്ട് കുറേ ക്രിയേറ്റേഴ്സ് കുറേ കോണ്ടൻസ് ഈടായിട്ട് ചെയ്യുന്നുണ്ട്, കിടിലൻ സാധനങ്ങൾ. അപ്പോൾ ഈ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കും അറിയാൻ പറ്റും എൻ്റെയും ലക്ഷ്യം ഒരു സ്റ്റോറി ടെല്ലർ, ഒരു ഫിലിം മേക്കർ ആവുക എന്നുള്ളതാണ്. സോ ഇങ്ങനെ കുറേ ക്രിയേറ്റേഴ്സ് എ ഐ കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം, എന്തെങ്കിലും നമുക്ക് ചെയ്യണ്ടേ. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചെറിയ കഥ ഞാനൊരു AI മോഷൻ കോമിക് സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ വേറൊരു ചാനൽ ഇട്ടിട്ടുണ്ട്. 4 മിനിറ്റേ ഉള്ളൂ. ലിങ്ക് താഴത്ത് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത് കണ്ടിട്ട് എന്താണോ തോന്നുന്നത്, നല്ലതാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല ട്രോൾ മെറ്റീരിയൽ ആയിട്ടാണ് തോന്നണമെങ്കിൽ അങ്ങനെ, ജെന്യുവനായിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ എനിക്ക് ഓരോ എപ്പിസോഡും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നല്ലൊരു സീരീസ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ PXL-ലാണ് പടം കണ്ടത്. ഐമാക്സിൽ പോയി കാണാൻ സത്യം പറഞ്ഞാൽ എൻ്റെ പൈസ ഇല്ലായിരുന്നടാ. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഐമാക്സിൽ പോയി കാണാൻ ഞാൻ. കാരണം ഇവിടെ അത്യാവശ്യം നല്ല എമൗണ്ടാണ്, അറിയില്ല 1300 ഒരാൾക്ക്. അപ്പോൾ ആ ടൈമിൽ അത്ര എമൗണ്ട് ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് ഇറങ്ങിയ ഒരു സമയത്ത് തന്നെ പോയി കാണണമെന്നൊരു ആഗ്രഹം കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ നോക്കിയില്ല, ജസ്റ്റ് PXL പോയി കണ്ടു. പിന്നെ നമ്മുടെ ഇവിടെ കൊച്ചിയിലെ ഫോറമാളിലെ PXL-ഉം സിനിപോളിസിലെ ഐമാക്സും തമ്മിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്കൊരു പ്രത്യേകം വീഡിയോ ചെയ്യാം. ഓക്കെ, പിന്നെ ഐമാക്സ് ഞാൻ ഇതുവരെ പോയിട്ടില്ലെന്നല്ല എൻ്റെ അർത്ഥം, പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഒറ്റ പ്രാവശ്യം ഐമാക്സിൽ പോയിട്ടുള്ളത് നമ്മുടെ ഡീമൺ സ്ലെയറിൻ്റെ ഇൻഫിനിറ്റി കാസ്റ്റിലില്ലേ മൂവി, അത് ഞാൻ ഐമാക്സിലാണ് പോയി കണ്ടത്. PXL പിന്നെ ഓൾറെഡി നമുക്കറിയാവുന്ന പോലെ ലാർജ് പ്രീമിയം ഫോർമാറ്റാണ്. അതുകൊണ്ട് തന്നെ ദ ഒഡീസിക്ക് ഒരു റോങ് ചോയ്സ് അല്ല PXL, ഒരു പെർഫെക്റ്റ് ചോയ്സ് തന്നെയാണ്. എങ്കിലും ഐമാക്സിൽ പോയി കാണാത്തതിന് കാരണം പൈസ തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഞാനൊരു നിലയിലെത്തിയിട്ട് വേണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഐമാക്സിലൊക്കെ പോകാൻ. എനിക്കറിയാം നിങ്ങളത് ചെയ്യാതിരിക്കില്ല. ഓക്കെ, നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് വരാം. ഇതിൻ്റെ സംവിധായകൻ, അതായത് ക്രിസ്റ്റഫർ നോളൻ, അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഞാൻ അങ്ങനെ കുത്തിയിരുന്ന് കണ്ടിട്ടൊന്നുമില്ല. കാണാൻ ഇനിയും കുറച്ചൊക്കെ ബാക്കിയുണ്ട്. പക്ഷേ കണ്ടതെല്ലാം പ്യുവർ സിനിമയായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഫക്റ്റൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. പക്ക ഒരു സിനിമ, ഒരു ആബ്സല്യൂട്ട് സിനിമ എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനമാണ് ആളുടെ ഇതുവരെ കണ്ട എല്ലാ സിനിമകളും. ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തായി പോകും. എന്തായാലും ഈ വീഡിയോയിൽ നമുക്കിപ്പോൾ ഒഡീസിനെ പറ്റി സംസാരിക്കാം. മറ്റേതൊക്കെ നമുക്ക് ഓരോരോ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, സത്യം പറഞ്ഞാൽ ഈ പടം കാണുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു മിത്തോളജിക്കൽ പരിപാടിയൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ട്രോയ് എന്ന് പറഞ്ഞ സിനിമയൊന്നും കണ്ടിട്ടില്ല. ബട്ട് ആ സിനിമ ഭയങ്കര ഫേമസ് ആണ്, എങ്കിലും ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ കഥയിലൊരു കൺഫ്യൂഷൻ വേണ്ട എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു മിത്തോളജിക്കൽ ആ സ്റ്റോറിയൊക്കെ ഞാൻ കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് സിനിമയ്ക്ക് പോയത്. ആ മിത്തോളജി സ്റ്റോറിയൊക്കെ ഞാൻ യൂട്യൂബിൽ കേട്ടപ്പോൾ ഇത് കുറച്ചും കൂടെ അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ഷൻ സാധനങ്ങളും ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ടുള്ള കുറച്ച് വിഷ്വൽസൊക്കെ അങ്ങനെ പറഞ്ഞു പോകേണ്ട ഒരു കഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചിലപ്പോൾ ഒഡീസിൽ കാണാൻ പോകുന്നത് അങ്ങനത്തെ ഒരു ടൈപ്പ് സിനിമയാണ് എന്ന് പറഞ്ഞാണ് ഞാൻ ഈ സിനിമയിലേക്ക് സമീപിച്ചത്. അല്ലെങ്കിൽ ആ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലിടുന്നൊരു വിഷ്വൽ അതായിരിക്കും, കുറേ അഡ്വഞ്ചേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫാൻറ്റസി, ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ടുള്ളൊരു വിഷ്വൽസ് പരിപാടിയൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെ തന്നെയാണ് സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോയതും. അതൊരു അമിതമായ പ്രതീക്ഷയൊന്നുമല്ല, അങ്ങനെ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പടം അങ്ങനെയല്ല. അതായത് ഈ ഒരു മിത്തോളജി വെച്ചിട്ട് അതായത് ക്രിസ്റ്റഫർ നോളൻ എന്ന സംവിധായകൻ ഈ സിനിമയെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് വേറൊരു ആംഗിളിലാണ്. അതായത് മറ്റുള്ള ചിലപ്പോൾ ഈ കഥയെ തന്നെ ഇതിനു മുമ്പുള്ള സീരീസുകളിലോ സിനിമകളിലോ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളൊരു രീതിയിലായി അല്ല ഇതെന്നാണ് എൻ്റെ ഒരു ഊഹം. കാരണം കൊമേഴ്ഷ്യലായിട്ടുള്ള എലമെൻറ്റുകളിൽ നിന്നും മാറി ഒഡീസി എന്ന് പറഞ്ഞ ആ ഒരു പേര് പോലെ തന്നെ ഒഡീസിയസ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ ആ ഒരു ഒഡീസി ഉണ്ടല്ലോ, ആ ഒരു യാത്ര, അതിലൂടെ ആൾക്ക് ഉണ്ടാവുന്ന ഒരു എന്താ പറയുക, ഒരു ബോധോദയം അല്ലെങ്കിൽ കുറേ തിരിച്ചറിവുകൾ, അതിലൂടെ അദ്ദേഹം പഠിക്കുന്ന കാര്യങ്ങൾ, ഇതിലേക്കൊക്കെയാണ് ഈ സിനിമ കൂടുതലായിട്ടും. അല്ലെങ്കിൽ നാട്ടിലേക്ക് എത്തണം, ഭാര്യയുടെ അടുത്ത് എത്തണം, മകൻ്റെ അടുത്ത് എത്തണം എന്നുള്ള ആ ഒരു ഇത്തരം ആളിലേക്ക് തന്നെ ഇങ്ങനെ സറൗണ്ടഡ് ആയിട്ട് അങ്ങനെ പോകുന്നൊരു കഥയാണിത്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇത് ചിലപ്പോൾ ഒരു അഡ്വഞ്ചർ പരിപാടി ആ രീതിയിലായിരിക്കും എന്ന് വിചാരിച്ച സ്ഥലത്ത് നിന്ന് അങ്ങനെയല്ല. ഇതിൻ്റെ വിഷ്വൽസിലാണെങ്കിലും സംഭവം കുറേ കിട്ടില്ല ഷോട്ടൊക്കെ ഉണ്ട്, എപ്പിക് സാധനമൊക്കെ ഉണ്ട്. പക്ഷേ അതിനെ ഒന്ന് ഓവർ എക്സാജറേറ്റ് ആയിട്ട് ഭയങ്കര കളർഫുള്ളാക്കി അങ്ങനെയൊന്നുമല്ല. ഇത് ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടാണ് സിനിമ ഫുള്ള് ചെയ്തിരിക്കുന്നത്. അത് ഈവൻ സൈക്ലോപ്സ് ഒക്കെ പോലുള്ള ആ ഒരു ജയൻറ്റിൻ്റെയൊക്കെ ക്യാരക്ടറൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ആ ഗുഹയുടെ തന്നെ ഒരു ടെക്സ്ചറൊക്കെ ഉള്ള പോലെ. അതായത്
ഭയങ്കര റിയാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഗ്രൗണ്ടഡ് ആയിട്ടാണ് ഇതിൽ ഓരോ സാധനങ്ങൾ ഇവൻ ഈ പറഞ്ഞ പോലെ ഫാൻറ്റസി എലിമെന്റ്സ് ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത്. ആൻഡ് അതൊക്കെ ഒരു പ്രത്യേകതര എക്സ്പീരിയൻസ് ആയിരുന്നടാ. നമ്മൾ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ വിചാരിക്കുന്നത് വേറെ, പക്ഷേ ഇദ്ദേഹം തന്നത് വേറെ. ആ തന്നത് നമ്മളെ വേറൊരു ലെവലിലേക്ക് എക്സ്പീരിയൻസ് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്ന പോലുള്ള സാധനമാണ് ഈ പടത്തിൽ ഇങ്ങനെ ത്രൂ ഔട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. പടത്തിൻ്റെ ആ ഒരു തുടക്കം തന്നെ നമ്മളെ ഇന്നാക്കും. കാരണം അവിടെയുള്ള ആ ഒരു ഡയലോഗ് എപ്പോഴും ഇങ്ങനെ തലക്കകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. അതായത് എ സോങ് എ മാൻ എന്നൊക്കെ പറഞ്ഞ് ആ തുടങ്ങുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അവിടുന്ന് തന്നെ പടത്തിലേക്ക് നമ്മളിങ്ങനെ ഒരു ക്യൂരിയോസ്ഡ് ആവും. എന്താണ്, അല്ലെങ്കിൽ ഏകദേശം നമുക്ക് അറിയാമല്ലോ ഇതിൻ്റെ കഥ, എങ്കിലും എങ്ങനെയാണ് ഇദ്ദേഹം അതിനെ അവതരിപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നുള്ള ഒരു സൂചന പോലെ തന്നെ തുടക്കത്തിൽ ഇങ്ങനെ തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആ നോൺ ലീനിയാരിറ്റിയും സിനിമയുടെ ഒരു ആസ്വാദനത്തിന് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു മിത്തോളജി അറിയാത്ത ഒരാളത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അറിയാവുന്നവർ, അല്ലെങ്കിൽ ഞാനും അത് മുൻകൂട്ടി കണ്ടതുകൊണ്ട് ഭയങ്കരമായിട്ടത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കഥ മനസ്സിലാക്കാനും കഥയിൽ നിന്ന് ആ ഒരു ഇമോഷൻ പോവാതിരിക്കാനും. അല്ലെങ്കിൽ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും, സ്റ്റോറിയിൽ നമ്മൾ ഔട്ടായി പോകും. സോ തുടക്കം തൊട്ട് തന്നെ ഇത് എന്താ പറയുക, ഇത് വേറൊരു ടേക്കാണ്. അല്ലെങ്കിൽ ക്രിസ്റ്റഫർ നോളൻ അദ്ദേഹം നമ്മളോട് പറയുന്ന പോലെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ സാധനമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് വേറൊരു ടേക്കാണെന്നുള്ള രീതിയിലാണ് പടം തുടങ്ങുന്നത് തന്നെ. ആൻഡ് അങ്ങനെ തന്നെയാണ് സിനിമ തോന്നുന്നത്. ഇതൊരു ത്രൂ ഔട്ട് ഒരു ക്ലാസ്, ഒരു പ്യുവർ ക്ലാസ് സാധനം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈല്, ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ട്. ഒഡീസീസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ കഥയുടെ സെൻറ്ററിൽ വെച്ചിട്ട് അയാൾക്ക് ചുറ്റുമാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവസാനത്തേക്ക് എത്തുമ്പോൾ ആ ഡയലോഗ് ഉണ്ട്, അതായത് ആളുടെ ഒരു പ്രീലോഗ്സ് ഒക്കെ കാണിച്ചിട്ട് ആൾ ഇരുന്നൊരു സൈലൻസിൽ പറയുന്ന ഡയലോഗുണ്ട്. അതിലൂടെ യുദ്ധങ്ങൾ കാണിക്കുന്ന ഒരു സാധനം ഉണ്ടടാ. സത്യം പറഞ്ഞാൽ ഈ യുദ്ധങ്ങളും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ഇതിനു മുമ്പ് ഇഷ്ടംപോലെ സിനിമകളിലും സീരീസുകളിലും ഉണ്ട്. കിഡിലുമായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് സിനിമകളും സീരീസുകളും ഉണ്ട്. പക്ഷേ പിന്നെയും അത് ഈ സിനിമയിൽ ചർച്ച ചെയ്യുമ്പോൾ അത് നമുക്ക് എഫക്റ്റീവ് ആകുന്നുണ്ട്. സോ അതാണ് ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. കാരണം പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ഒരു സിനിമയിലൂടെ നമ്മൾ പറയുമ്പോൾ, നമുക്ക് അറിയാവുന്നൊരു കാര്യം തന്നെ ഒരു സിനിമയിലൂടെ വീണ്ടും പറയുമ്പോൾ അത് നമ്മൾ എഫക്റ്റ് ചെയ്യിപ്പിക്കണം, നമുക്കത് ഫീൽ ചെയ്യണം, വീണ്ടും നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് അതിൻ്റെ ഭീകരതയിലേക്ക് പോകണം. അത് ഇവിടെ എന്ത് ഭംഗിയായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു സംസാരം, ആ ഒരു ഡയലോഗ്, ആ ഒരു സംഭാഷണം, അതിനുശേഷം ഒരു യുദ്ധം, അതായത് ഇൻ്റർകട്ട് പോലെ യുദ്ധം കാണിക്കുന്നുണ്ട്. അവിടേക്ക് ഇങ്ങനെ ഒരു ട്രാക്ക് ഉണ്ട്, അതായത് BGM ഇങ്ങനെ റേസ് ചെയ്തതിൻ്റെ സാധനമൊക്കെ ഉണ്ട്. ആ ഒരു സീൻ സെഗ്മെൻറ്റിന് വേണ്ടി മാത്രം ഒഡീസി ഒന്നും കൂടെ പോയി കാണാം. കാരണം അതുപോലെയാണ് അത് ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഏരിയയിലുള്ള ഡയലോഗ്സ് ഇതല്ല, ആ ഒരു കിടിലൻ സംഭാഷണമാണ് അവിടെ ഫുൾ. അതായത് ഭയങ്കര ഫിലോസഫിക്കലായിട്ടുള്ള രീതിയിൽ സിനിമ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഒരു എന്താ പറയുക, ഒരു കൊമേഴ്ഷ്യൽ എലമെൻസുകൾ ആഡ് ചെയ്യാനുള്ള ഏരിയകൾ ഈ സിനിമയിൽ ഉണ്ടടാ. അതില്ലെന്നല്ല, അതുണ്ട്, സാധനമുണ്ട്. പക്ഷെ അതിലേക്കൊന്നും അങ്ങനെ ആഡ് ഓൺ ചെയ്ത് ആ സിനിമയെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയാക്കി മാറ്റാതെ അതിനെ സത്യം പറഞ്ഞ സിനിമയെ ഒരു ഫിലോസഫിക്കൽ മാസ്റ്റർ ക്ലാസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അത്രയും മനോഹരമായിട്ടാണ് ഇതിൽ സംഭാഷണങ്ങളും, മൊത്തത്തിലൊരു ഫിലോസഫിക്കലായിട്ടുള്ളൊരു മൂഡിലാണ് ഈ സിനിമ മൊത്തം ഇങ്ങനെ പോകുന്നത് ത്രൂ ഔട്ട്. അയ്യോ, ഞാൻ പെട്ടെന്ന് അഡാപ്റ്റ് ആടാ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഞാൻ വിചാരിച്ചത് ഈ പറഞ്ഞ പോലെ അഡ്വഞ്ചർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെറ്റിംഗ് ആണല്ലോ ഇതിൻ്റെ മിത്തോളജിയൊക്കെ നമ്മൾ നോക്കും. പക്ഷേ ഇതിനെ ഈ ഡിഫറെൻറ്റ് ടേക്കിലാളിങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ അഡാപ്റ്റ് ആവണം, അതിലേക്ക് നമ്മൾ കൺവിൻസ് ആവണം. സോ ഞാൻ അഡാപ്റ്റായി, ഞാൻ ആ തുടക്കം തൊട്ട് തന്നെ അതിലേക്ക് അഡാപ്റ്റായി. സോ അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇന്നായി. ഇങ്ങനെ ആ ഒരു വേൾഡിൽ അല്ലെങ്കിൽ ആ ഒരു ഒഡീസിയിൽ നമ്മളൊരു ഭാഗമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്കതിലേക്ക് ഇന്നായിരുന്ന് കാണാൻ പറ്റിയ സിനിമ. ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് ആസ്വദിക്കാൻ പറ്റിയതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ എൻ്റെ മോനെ അത് പറയുമ്പോൾ തന്നെ ആക്ച്വലി രോമാഞ്ചം വരും. തിയേറ്ററിൽ ഇരുന്ന ഓൾമോസ്റ്റ് എല്ലാ ആളുകളും കൈയടിച്ച് സ്ക്രീം ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു ക്ലൈമാക്സിൽ. ആ ഒരു വില്ല് കോർത്തിട്ട് സ്ട്രിങ് ഇങ്ങനെ വലിച്ചു വിടുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, എന്ത് പടാ അത്. ഉയ്യോ, അത് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ അതിനൊരു ഭയങ്കരമായിട്ടുള്ള എലിവേഷൻ സീനായിരുന്നു. അത് എന്താ പറയുക, മാസം എന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു ഒഡീസിയസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൻ്റെ ഓറ എന്താണെന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ അതിനെയും അത് അത്രയും നേരം ഭയങ്കര ക്ലാസ് ആയിട്ട് പോകുന്നൊരു സിനിമയിലേക്ക് ഈ ഒരു സാധനത്തിന് പെട്ടെന്നൊരു ജമ്പില്ലാതെ, കാരണം പെട്ടെന്നൊരു ജമ്പ് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു ഭയങ്കരമായിട്ട് മാസ്സായി പോകും. ആ ഒരു മാസ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോകാതെ എന്താ പറയുക, അതിന് കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്താ പറയുക, ഒരുപാട്
ഒരു ഭയങ്കരമായിട്ടുള്ള കാതടപ്പിക്കുന്ന മ്യൂസിക്കുകളോ അങ്ങനത്തെ ഒരു ബിൽഡപ്പ് മ്യൂസിക്കുകളോ ഒന്നുമില്ല അവിടെ. അവിടെ എന്തോ ഒരു സ്ട്രിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ ഒരു 2-3 നോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ സ്ട്രിങ്ങിൻ്റെ ഒരു സൗണ്ടും. അയ്യോ! എന്താ എലിവേഷൻ! അതെന്ത് എന്ത് കൃത്യമായിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളറിയാതെ അവിടെ നമ്മൾ നമ്മുടെ മൊത്തം ഒരു രോമാഞ്ചം വന്ന് കൈയടിച്ച് പോകുക ആ ഒരു ഏരിയ. അയ്യോ! അന്യായ ക്ലൈമാക്സ്. കണ്ടിറങ്ങിയപ്പോൾ അങ്ങനെ ആ ക്ലൈമാക്സും കൂടെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ടോ, എന്താ പറയുക, ഒരു എപ്പിക്, നമ്മളൊരു ലെജൻഡ് കണ്ട് ഇറങ്ങിയ പോലത്തെ ഒരു സാധനം, ഒരു ഫീലുണ്ട് മനസ്സിൽ. നമുക്ക് ആ സിനിമയെപ്പറ്റി സംസാരിക്കാനുണ്ട്. ഒരു സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് അതാണല്ലോ, നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ സിനിമയിൽ ഇന്ന ഇന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനും, അല്ലെങ്കിൽ ആ സിനിമ ഈ രീതി ട്രീറ്റ് ചെയ്ത്, അതായത് ഒരുപാട് ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ ഇതേ കഥയിൽ ഒരുപാട് കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ട് ഒരുപാട് ഹൈ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യായിരുന്നു. പക്ഷെ അതൊന്നും അദ്ദേഹം ചെയ്തില്ല. ക്രിസ്റ്റഫർ നോളൻ അദ്ദേഹം ചെയ്തില്ല. പകരം അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ആ കഥ പറഞ്ഞ് അത് നമ്മൾ കൺവിൻസ് ചെയ്ത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അവസാനം ആ ക്ലൈമാക്സിൽ ആ ഒരു പരിപാടിയൊക്കെ ചെയ്ത് നമുക്കൊരു ഹൈ അങ്ങ് തരികയാണ്. എല്ലാ ഈ സിനിമ കണ്ട് 100 പേർക്ക് സിനിമ വർക്കായോന്ന് തന്നെ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പെട്ടെന്ന് ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് പെട്ടെന്ന് അഡാപ്റ്റായി. പിന്നീട് സിനിമ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിലേക്ക് തന്നെ നമ്മളിങ്ങനെ മുഴുകിയിരുന്ന് പടം കണ്ട് തീരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എപ്പിക് സാധനമാണ് ഞാൻ കണ്ടത് എന്നുള്ളൊരു ഫീലും, അതിലെ ഓരോ എസ്പെഷ്യലി ആ ഒരു അവരെ പിഗ്ഗായിട്ടൊക്കെ ട്രാൻസ്ഫോം ചെയ്യുന്ന സാധനമൊക്കെ ഇങ്ങനെ സംസാരിക്കാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇഷ്ടംപോലെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ സംസാരിക്കാൻ തന്നെയുണ്ട്. പിന്നെ എന്താ പറയുക, പ്രാക്ടിക്കൽ എഫക്ട്സ് വെച്ചൊക്കെ ഇവർ ചെയ്തിരിക്കുന്ന കുറേ സാധനങ്ങളും ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ്, ആ ഒരു സൈക്ലോപ്സിൻ്റെയൊക്കെ സ്ക്രീം ചെയ്യുന്ന സൗണ്ട് ഉണ്ടല്ലോ, അതൊക്കെ പൊന്നടവ് എന്ത് സാധനം അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഉള്ളൊരു പ്രത്യേകത അതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ മറ്റുള്ള സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും തിരക്കഥയോടൊപ്പം തന്നെ മികച്ച് നിൽക്കുന്നൊരു സാധനം തന്നെയായിരിക്കും അതിൻ്റെ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി തന്നെ പുതിയൊരു ഐമാക്സ് ക്യാമറ തന്നെ അവർ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് അതിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ 70mm ഫിലിം ക്യാമറയിൽ പൂർണ്ണമായിട്ടും ഷൂട്ട് ചെയ്ത ഫസ്റ്റ് ഫിലിം. ഒരു സിനിമയുടെ ഏറ്റവും വലിയ നട്ടല് തിരക്കഥ തന്നെയാണ്. സോ അതും ഇവിടെ ഉണ്ട്, സ്ട്രോങ് ആണ്. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, എല്ലാവർക്കും സിനിമയാണ് ഡിഫറെൻ്റ് ആയിരിക്കും, എങ്കിലും എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വെൽ റിട്ടൺ, അല്ലെങ്കിൽ നല്ലൊരു ഈ കഥയുടെ മറ്റൊരു ഡിഫറെൻറ്റ് ടേക്ക് എന്നുള്ള രീതിയിൽ അത്രയും മനോഹരമായിട്ട്, എന്താ പറയുക, ഇതിനെ ഞാൻ നേരത്തെ മുമ്പ് എപ്പോഴും ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഒരു പ്യുവർ ഒരു ഫിലോസഫിക്കൽ മാസ്റ്റർ ക്ലാസ് എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു ഐറ്റം. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സിനിമയെപ്പറ്റി എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്താണ് സിനിമയെപ്പറ്റി തോന്നുന്നുള്ളത് താഴത്ത് കമൻസ് ഇടുക. ഞാനതൊക്കെ വായിക്കാൻ ഭയങ്കര ക്യൂരിയോസ്ഡ് ആണ്. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു AI മോഷൻ കോമിക് സീരീസിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അടുത്ത വീഡിയോ കാണാം.